LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 24 ദിവസം പിന്നിട്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതൃത്വം. പാർട്ടികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ജ്യോതിഷ്, ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം ഏതാണ്ട് 1 മാസത്തിലേക്ക് എത്താൻ പോകുകയാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചും ട്രെയിൻ പിടിച്ചുമൊക്കെ ജന്തർ മന്ദറിലേക്ക് പോയ മുഖ്യമന്ത്രിയാകട്ടെ, അതല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള CPM ആകട്ടെ, ഈ വിഷയത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? ഗൗതം, ഇതുതന്നെയാണ് LPST റാങ്ക് ഹോൾഡേഴ്സും പറയുന്നത്. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി ഇതുപോലെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം 1 മാസമായി ആകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളൂ. 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ അർഹമായ അവസരം അല്ലെ PSC നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്ന സമരം 24 ദിവസം പിന്നിട്ടിട്ടും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ന്യായമായ ആവശ്യങ്ങളാണ്. കാരണം പല ജില്ലകളിലും ഇതുവരെ ഒരു നിയമനം പോലും നടന്നിട്ടില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. കൂടാതെ പ്രധാനമായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കൂട്ടുക, കൂടാതെ അധ്യാപക വിദ്യാർത്ഥികളുടെ അനുപാതം 1:25 ആക്കുക, അതുപോലെ തന്നെ പ്രഥമ അധ്യാപകരുടെ സ്കൂൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അതും കൂടെ തങ്ങൾക്ക് നൽകുക എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത്. കാരണം പല ജില്ലകളിലും വേക്കൻസികൾ ഒഴിവുണ്ട്, പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളും പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2025 ജൂലൈ 31 ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നത്. എന്നിട്ട് പോലും പല ജില്ലകളിലും ഇതുവരെ ഈ നിയമനങ്ങൾ നടന്നില്ല. അതിനെതിരെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനോ ഇത് സംബന്ധിച്ച് ഒരു അനുകൂല പ്രതികരണവും നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ പറയുന്നത്. എന്താണേലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണ് ഭക്ഷിച്ചു വരെ ഇവർ സമരം നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഒരു കരുണ കാണിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നത് വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്താണേലും ഈ ഉദ്യോഗാർത്ഥികളുടെ വേദന ഇതുവരെ ഈ സർക്കാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണെന്ന് തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ് ജ്യോതിഷ്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ അനിശ്ചിതകാല സമരം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഈ സമരത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ആ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കുവാനോ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒന്നും തയ്യാറായിട്ടില്ല. ഇവരാണ് CJPയുടെ പാറ്റ സമരത്തിനായി ഡൽഹിയിലേക്ക് പോയത്. ജ്യോതിഷാണ് വിശദാംശങ്ങൾ നൽകിയത്.